നമസ്കാരം പ്രിയമുള്ളവരെ, ഞാൻ കുറേ അധികമായി ഈ ഗ്രൂപ്പിൽ വീഡിയോ ആയിട്ട് വന്നിട്ട് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരാനുള്ള അടിസ്ഥാന കാരണം അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയം സംസാരിക്കാനുള്ളത് കൊണ്ടാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഷെയർ ചെയ്യണം, എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കാൻ പരമാവധി ശ്രമിക്കണമെന്ന് ഓർപ്പെടുത്തുകയാണ്. ആദ്യമേ പറയാനുള്ളത്, മരുന്നില്ലാത്ത ചികിത്സ എന്ന പേരിൽ, ആൾട്ടർനേറ്റീവ് മെഡിസിൻ മരുന്നില്ലാത്ത ചികിത്സ എന്ന പേരിൽ കേരളത്തിൽ വ്യാപകമായ രീതിയിൽ വൈറലായ ചികിത്സ ചെയ്തൊരു വ്യക്തിയാണ് ഞാനെന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. ഈ വീഡിയോയ്ക്ക് താഴെ ഞാൻ ഈ പറയുന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കുറേ കമൻറ്റുകൾ വരാൻ സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ട ആളുകളായിരിക്കും കമൻറ്റുകൾ അയക്കുന്നത് നിങ്ങൾ തിരിച്ചറിയുക. എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ വ്യാപകമായി നടക്കുന്നുണ്ട് മുദ്ര തെറാപ്പി എന്ന് പറഞ്ഞുകൊണ്ട് മുദ്ര വെച്ചുകൊണ്ടുള്ള ചികിത്സ, കൈമുദ്രകളിൽ. ഈ ചികിത്സയുടെ ദോഷവശങ്ങളും ഗുണങ്ങളുമാണ് ഞാൻ നിങ്ങളെ ഓർപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ കാര്യം പറയാനുള്ളത്, ഈ ചികിത്സ വളരെ സൂക്ഷ്മതയോടെ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടതാണ്. ചില ആളുകൾ കുറച്ച് ദിവസങ്ങളിലെ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ ചികിത്സ ചെയ്ത് ആശ്വാസം കിട്ടിയതായി അറിഞ്ഞുകൊണ്ട് അവർ അത് പരസ്യപ്പെടുത്തിക്കൊണ്ടും അവർ തിരികെ പോകുന്നുണ്ട്. പക്ഷെ ദിവസങ്ങൾ കഴിയുമ്പോൾ അവരെല്ലാം ഗുരുതരമായ രോഗങ്ങളിലേക്കാണ് പോകുന്നത്. അതിൻ്റെ അടിസ്ഥാന കാരണം തുറന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ചുരുക്കി പറയാൻ, ഡയബറ്റീസ് രോഗം, ഒരു ഷുഗർ പേഷ്യൻ്റ് ഈ മുദ്ര തെറാപ്പിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചികിത്സ തേടി പോവുകയും ആ ചികിത്സയിൽ അദ്ദേഹം പറഞ്ഞ പ്രകാരം മുദ്ര പിടിച്ചുകൊണ്ട് തന്നെ ഡയബറ്റിക് ഗുളിക കഴിക്കേണ്ട, മരുന്ന് കഴിക്കേണ്ട എന്നുള്ള നിർദ്ദേശവും, ഒരാഴ്ചക്കാലം അവരുടെ കീഴിൽ ചികിത്സ ചെയ്യുമ്പോൾ ഈ മുദ്ര പിടിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഡയബറ്റീസ് ഷുഗർ തോത് കൂടുന്നില്ല. അത് കൂടാതെ വരുമ്പോൾ ഈ ചെല്ലുന്ന പേഷ്യൻ്റ് ചിന്തിക്കും, ഇതുകൊണ്ടാണ് എൻ്റെ ഷുഗർ കൂടാത്തത്, എനിക്കിതിന് മതി എന്ന് ചിന്തിക്കും. സന്തോഷത്തോടെ അവിടുന്ന് മടക്കും. പക്ഷേ അവർ സ്വാഭാവികമായും പിന്നെ മരുന്ന് കഴിക്കുന്നില്ല. ദിവസങ്ങൾ പിന്നിടുമ്പോൾ അവർ ഷുഗർ അധികരിച്ച് വളരെ കോംപ്ലിക്കേറ്റഡായ രീതിയിൽ, ഒരു പക്ഷേ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള രീതിയിൽ, തീവ്രമായ രീതിയിൽ അവരുടെ രോഗം ഗുരുതരമാവുകയാണ്. ഇതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമത്തെ കാരണം, ഏതൊരു മരുന്ന് കഴിക്കുന്ന വ്യക്തിയും, ഇപ്പോൾ ഷുഗറിനാണെങ്കിലും കൊളസ്ട്രോളിനാണെങ്കിലും ഏത് രോഗത്തിനും മരുന്ന് കഴിക്കുന്ന ഒരാൾ വർഷങ്ങളായി മരുന്ന് കഴിച്ച് വരികയാണ്. ആ മരുന്ന് കഴിച്ചു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ മരുന്ന് ഇന്ന് നിർത്തിയാലും ഒരു 10 ദിവസത്തേക്കൊന്നും വലിയ കുഴപ്പമുണ്ടാവില്ല. കാരണം അതുവരെ കഴിച്ച മരുന്നിൻ്റെ ഡോസ് അവരുടെ ശരീരത്തിലുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് കാണിക്കില്ല, തോത് വർദ്ധിച്ച് കാണിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ധരിക്കും ഈ മുദ്ര പിടിച്ചതുകൊണ്ടായിരിക്കും ഇത് മാറിയെന്ന് ചിന്തിക്കും. സ്വാഭാവികമായിട്ട് അതല്ല. ആ മരുന്ന് നിർത്തിയെങ്കിൽ കുറച്ച് ദിവസം അവർക്ക് ആ മരുന്നിൻ്റെ ഡോസ് നിൽക്കുന്നത് കൊണ്ട് അവർക്ക് ആ രോഗം പ്രകടമാവുകയില്ല. ഇതാണ് എൻ്റെ യാഥാർത്ഥ്യം. പക്ഷെ പിന്നീട് അവർക്കത് ഗുരുതരമാവുകയാണ്. ഇത് വലിയൊരു ഗുരുതരമായ ആരോഗ്യ പ്രശ്നമായി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞതുകൊണ്ട് മരുന്ന് കമ്പനിക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഔഷധങ്ങൾ വേണമെന്നുള്ള വാശിയല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ആലോചിച്ച് വേണം, ചിന്തിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. ഇത് ഓർപ്പെടുത്തുകയാണ്. ഇതിൻ്റെ കാരണം ഇവർ പറയുന്നത്, പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണ് നമ്മുടെ ഈ പ്രപഞ്ചം എന്നുള്ളതാണ്. ശരിയാണ്, പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട പ്രപഞ്ചം. ആ പഞ്ചഭൂതങ്ങളാൽ തന്നെയാണ് മനുഷ്യരെയും സൃഷ്ടിക്കപ്പെട്ടിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ പൊതുവെയുള്ള ഒരു സംസാരം. ആയിക്കോട്ടെ, അതിന് തർക്കങ്ങളൊന്നുമില്ല. ഇതിനൊന്നും ശാസ്ത്രീയപരമായ ഒരു അടിത്തറയുമില്ല കേട്ടോ. ഈ മുദ്ര തെറാപ്പികൾക്ക് ശാസ്ത്രീയപരമായ ഒരു അടിത്തറയൊന്നുമില്ല. മുദ്ര തെറാപ്പികൾക്കൊന്നും ശാസ്ത്രീയ അടിത്തറ ഒന്നും ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷേ ഇവിടെ പറയപ്പെടുന്നത്, ഈ മുദ്ര തെറാപ്പികൾ കൊണ്ട് രോഗങ്ങൾ മാറുമെന്നുള്ള ഒരു കെട്ടുകഥകൾ കൂടി, ശരിക്കും പറഞ്ഞാൽ ഒരു കെട്ടുകഥ ഉണ്ടാക്കി സൃഷ്ടിച്ചുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇത് പലരും ഇന്ന് വലിയ ഗുരുതരമായി ആരോഗ്യ പ്രശ്നങ്ങളിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാനിത് ഓർപ്പെടുത്തിയെന്ന് മാത്രം. പഞ്ചഭൂതങ്ങളെന്ന് പറയുന്നത്, മനുഷ്യ ശരീരത്തിൻ്റെ പഞ്ചഭൂതങ്ങളെന്ന് പറയുന്നതും സൃഷ്ടിപ്പിൻ്റെ കാരണങ്ങൾ പറയുന്നത്, ഈ വിരൽ പറയുന്നത് അഗ്നി എന്നാണ് പറയുന്നത്, ഇത് വായുവാണ്, ഇത് ആകാശമാണ്, ഇത് ഭൂമിയാണ്, ഇത് ജലമാണ്. ഇതാണ് പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിതമായത്. അപ്പോൾ ഇത്തരം വിഷയങ്ങളെല്ലാം ആഴ്ച പഠിക്കേണ്ടതാണ്. ഞാൻ അതിൽ കടക്കുന്നില്ല. പക്ഷേ ഈ പഞ്ചഭൂതങ്ങളാൽ സൃഷ്ടിതമാക്കപ്പെട്ട ഈ കൈവിരലുകൾ പല രീതിയിലും പല പോയിന്റുകളിലും പല വിഷയങ്ങളെല്ലാം നമ്മൾ ഉപയോഗപ്പെടുത്താറുണ്ടതല്ല. അതിൽ കാരണങ്ങളുണ്ട്. പക്ഷേ ഒരു മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ മരുന്ന് നിർത്തിയിട്ട് ഇത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ പരിണതഫലം ദോഷമായിരിക്കും. ഈ മരുന്നൊന്നും കഴിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആരോഗ്യത്തെ സുരക്ഷിതമാക്കുന്നതിനും ആരോഗ്യം സംരക്ഷിക്കുന്നതിനും വേണ്ടി ഈ തെറാപ്പികളെല്ലാം ഉപയോഗിക്കാവുന്നതുമാണ്. അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങൾ ചെയ്യും, സംശയമൊന്നുമില്ല കാര്യത്തിൽ. പക്ഷേ മരുന്ന് കഴിച്ചിട്ടുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, മരുന്ന് നിരന്തരം കഴിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം
അവരുടെ ജീവന് തന്നെ അപകടമുണ്ടാകാൻ സാധ്യതയുള്ള ഈ ചികിത്സാക്രമങ്ങളെ ആരോഗ്യമേഖല അടിയന്തരമായി ഇടപെട്ട് നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ഓർപ്പെടുത്തുകയാണ്. ഞാനും ഈ ചികിത്സ അറിയുന്ന ഒരാളാണ്. 25 വർഷം മുന്നേ ഞാൻ ഈ ചികിത്സ പഠിച്ചൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ റേക്കി, ഇതെല്ലാം 25 വർഷം മുന്നേ ഞാൻ പഠിച്ചൊരു വ്യക്തിയാണ്. പക്ഷെ ഞാൻ പ്രൊമോട്ട് ചെയ്യാറില്ല. പ്രൊമോട്ട് ചെയ്യാത്തതിൻ്റെ കാരണം അതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് കുറേയെല്ലാം ബോധ്യം വന്നതുകൊണ്ടാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ വീഡിയോ നിങ്ങൾ കഴിയുന്നിടത്തോളം എല്ലാവരും ഷെയർ ചെയ്യണം. നമ്മുടെ ആരോഗ്യമാണ് പ്രധാനം. ജീവിതത്തിൽ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിക്കാം. ആരോഗ്യം ക്ഷയിച്ചാൽ നമ്മൾ പരാജിതനാണ് മനുഷ്യൻ. അതുകൊണ്ട് ആരോഗ്യത്തോടു കൂടി ജീവിക്കാനുള്ള ഭാഗ്യം ജഗദീശ്വരൻ്റെ ഭാഗത്തുനിന്നുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.